ഇവിടെ നമ്മൾ ഹംപിയിൽ വന്നാലേ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുക ബൈക്ക് റെന്റിന് ഇടാണ്. ബൈക്ക് നമുക്ക് റെന്റിന് ഇടുന്ന പരിപാടിയേ ഇല്ല. അത് ഓരോന്നെ രണ്ടെണ്ണമാക്കി കിട്ടിയാലേ നമ്മൾ പിന്നെ സൈക്കിളാണ് എടുക്കേണ്ടത്. സൈക്കിളാണ് അവിടെ മെയിൻ ആയിട്ട്. പിന്നെ ഇവിടെയുള്ള വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ കാണുന്ന ഈ ലൂണ പോലത്തെ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുക്കുക. വണ്ടി കിട്ടാൻ സാധ്യതയില്ല. നമ്മളിവിടെ സൈക്കിൾ റെന്റിന് എടുത്തിട്ടാണ് നമ്മളെല്ലായിടത്തേക്ക് ചവിട്ടി പോകാൻ. അധികം ദൂരമൊന്നുമില്ല, എന്നാലും സൈക്കിൾ എടുത്താലേ നമുക്ക് സ്ഥലങ്ങൾ കാണാനായിട്ട് പറ്റുള്ളൂ. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമുക്ക് ഓൺലൈൻ ഫുഡ് ഡെലിവറി. അതായത് ഓൺലൈനായിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഇപ്പൊ നമുക്ക് ഫുഡ് അടിച്ചു നമുക്ക് ഇവിടുത്തെ ഫുഡൊന്നും കാര്യം നമുക്ക് പിടിച്ചില്ല, നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് ഫുഡ് വേണമെങ്കിൽ ഓൺലൈൻ എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൺലൈൻ ഫുഡ് ഡെലിവറി സിസ്റ്റം ഇല്ല. പിന്നെ ഇവിടെ വെജ് ഓൺലി, നോൺ വെജ് ഇല്ല, വെജ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് താമസിക്കാനുള്ള റൂം ഭയങ്കര കത്തി അവിടെ. ഭയങ്കര കത്തി എന്ന് പറഞ്ഞാൽ ചെറിയ റൂമിനൊക്കെ ചിലപ്പോൾ 1000-1500 രൂപയൊക്കെ പറയും. ഞങ്ങളൊരു ഒരു ഒരു കുഞ്ഞൊരു ഹാളാണ് എടുത്തത്. ഹാള് 3 ഇങ്ങനെ ഇതൊക്കെ ആയിട്ടൊരു ഹാള്, 3 റൂം പോലെ വിഭജിച്ചിട്ടുള്ള ഒരു ഹാളാണ്. അതിനെന്നെ നമുക്ക് നമ്മളോട് പറഞ്ഞ റേറ്റ് 5000 രൂപ. എന്നിട്ട് വിലപ്പിച്ചത് 2500 ഒപ്പിച്ചു. എന്നാലും ഇവിടെ സാധനങ്ങൾക്ക് അതുപോലെ തന്നെ വരില്ല കേട്ടോ. ഇവിടെ ബാഗ്, പിന്നെ ഇവിടെ ഉള്ള വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ പ്രശ്നം അതാണ്. നമ്മളൊരു ജ്യൂസ് വാങ്ങാൻ നോക്കി കടയിൽ കയറിയിട്ട് ജ്യൂസ് വാങ്ങുന്ന സമയത്ത് അതുമേലെ MRP 35 രൂപയായിരിക്കും. പക്ഷെ അവര് നമ്മുടെ നിന്ന് വാങ്ങാൻ 50 രൂപ. നമുക്ക് തർക്കിക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ പൈസയും കൊടുത്ത് പോകാൻ പറഞ്ഞു. ഇതാണ് ഇതിന്റെ അവന് അടുത്തത് ഗൂഗിൾ പേ. നമ്മളിവിടെ ചെല്ലുമ്പോൾ കടകളിലൊക്കെ ഗൂഗിൾ പേ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഗൂഗിൾ പേ ഉണ്ട്, കയ്യിൽ പൈസ ഇല്ല. ഗൂഗിൾ പേ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങളൊക്കെ പോയി മേടിച്ച് ഗൂഗിൾ പേ ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ അവർ പറയും ഗൂഗിൾ പേയിലെ ക്യാഷ് വേണം. അവന്മാർ നമ്മൾ നല്ല ആട്ടാട്ട്. അപ്പൊ നമ്മളെപ്പോഴും ഇവിടെ വന്നതിന് ശേഷം കടയിൽ എത്തിയിട്ട് ഗൂഗിൾ പേ ഉണ്ടോ, ഫുൾ പേയ്മെന്റ് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് മാത്രം സാധനങ്ങൾ എടുക്കാം. പിന്നെ ഇവിടെ ബിരിയാണി എന്ന് വാങ്ങി തരുന്ന സാധനം വേറെ എന്തൊക്കെ സാധനം നമുക്ക് തിന്നാനേ പറ്റില്ല. കെച്ചപ്പൊക്കെ ഫുഡ് കളറാണ്. അതായത് ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ മലയാളികൾ ഒരിക്കൽ വരാണെങ്കിൽ ഫുഡിന്റെ കാര്യത്തിലാട്ട പട്ടല നല്ല ബുദ്ധിമുട്ട് നമുക്കിവിടെ പറ്റാനാണ്. പിന്നെ ഇവിടെ ഹംപിയിലൂടെ ഫെസ്റ്റിവൽ കാര്യം പറയുമ്പോൾ കറണ്ട് ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല, അങ്ങനെയും ബുദ്ധിമുട്ടുണ്ട്. നല്ല ബുദ്ധിമുട്ടുണ്ട്. ട്രാവൽ ചെയ്യാൻ അത്ര ആഗ്രഹമുള്ള ഒരു മാത്രം ഹംപിയിൽ വന്നാൽ മതി എന്നുള്ള അതാണ് എൻ്റെ ഒരു. കാരണം നമ്മൾ കുറെ ദൂരം നടന്നു. ഇവിടെ ഓരോ സ്ഥലങ്ങൾ കാണാനായിട്ട് ഊബറോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. നമ്മൾ സൈക്കിളുമ്പോൾ തന്നെ പോകണം. നമ്മൾ കുറെ ദൂരം നടന്ന് കാലും കൈയൊക്കെ ഒരു പരുവായി, വയ്യാണ്ടായി. അങ്ങനെ കാണുമ്പോൾ നമ്മൾ മനസ്സിലും അപ്പൊ തന്നെ എന്തായാലും 2-3 കിലോ പറഞ്ഞിട്ടുണ്ടോ. ഫുഡും ഇല്ല മര്യാദക്ക്, ശോകമാണ്. അപ്പൊ നമ്മളെപ്പോഴും ഒരു ടൂറിസ്റ്റ് പ്ലേസിന്റെ ഒരു നല്ല വശം മാത്രം കണ്ടു വന്ന് ഇവിടെ പെടരുത്. അപ്പൊ ഞാൻ അങ്ങനെ അറിഞ്ഞിരിക്കാൻ വേണ്ടി ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫീലാണ്. അപ്പൊ ആ ഫീലിൽ ഈ കഷ്ടപ്പാടെല്ലാം മറന്നു പോകുന്ന വെച്ചാൽ പിന്നെ ഒരു പ്രശ്നമില്ല. ആർക്കും ആണെങ്കിലും ഇവിടെ വരാം. ഇതൊക്കെ ഞാൻ ഓർമ്മിപ്പിക്കണം മാത്രം. അപ്പൊ അതിനൊന്ന് തയ്യാറെടുത്ത് വരാം. പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരു 50% ആൾക്കാരും നല്ല സ്നേഹത്തോട് കൂടി തന്നെയാണ് പെരുമാറുക. പക്ഷെ എല്ലാവരും അങ്ങനെയൊന്നും വിചാരിക്കും. നമ്മുടെ കേരളത്തിലെ പോലെയല്ല, നല്ല ഹാർഷ് ആയിട്ട് പെരുമാറുക. അവർ ഈ പാക്കേജും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. നമ്മളെടുത്തില്ലെങ്കിൽ നമ്മൾ കേരളത്തിലാണെങ്കിൽ അവർ നമ്മൾ വിട്ട് പോകും. പക്ഷെ ഇവിടെയാണെങ്കിൽ അവർ നമ്മളെ തെറി വിളിച്ചിട്ടാണ് പോകും. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ കാണാൻ അടിപൊളിയാണ്. അവിടെ കുറെ അമ്പലങ്ങളും നമ്മുടെ അമ്പൂരാരുടെ ബാക്കിലുള്ള ആ ഒരു ടെമ്പിളും അതൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പൊ അങ്ങനെ ക്ഷേത്രങ്ങളും എല്ലാം കണ്ട് ഒരു പഴമ ഫീലാണ് അവിടെ. എല്ലാവരും ബാട്ടർ സിസ്റ്റത്തിൽ വിൽക്കുന്ന കടകളുണ്ട്. പിന്നെ പൈസ കുറവുള്ള കടകളുണ്ട്. 50 രൂപയ്ക്കൊക്കെ നമ്മുടെ ഫ്രൈഡ് റൈസ് കിട്ടും. പക്ഷെ തിന്നാൻ പറ്റില്ലെന്നുള്ളൂ. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇവിടെ വരേണ്ട ഒരു സ്ഥലമാണ്. ബാംഗ്ലൂർ വരാണെങ്കിൽ ഒന്ന് സമയം ഉണ്ടെങ്കിൽ ഒന്ന് ഹംപി വിസിറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ബാംഗ്ലൂരിൽ നമുക്ക് ഏകദേശം ഒരു 9 കിലോമീറ്ററോളം 9 മണിക്കൂറോളം നമുക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട് ട്രെയിൻ. നമ്മൾ ജനറലാണ് വന്നത്. അത് വേറൊരു ദുരിതോ, സീറ്റൊന്നും കിട്ടാനില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട്. താല്പര്യമുള്ളവർ മാത്രം വരും. ഇത്രയാണ് നമുക്ക് ഹംപിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കിയുള്ളത് നമ്മുടെ ട്രിപ്പ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ തുറന്നുള്ള വീഡിയോയിൽ കാണാനായിട്ട് പറ്റും. ഈ ചിക്കമംഗ്ലൂർക്കൊക്കെ പോകുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ കാണാണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. ഇത്രയാണ് എനിക്ക് ഓവറോൾ ഈ ഒരു ഹംപിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഭയങ്കര ഹാർഷ് ഡ്രൈവിംഗ് ആണ്. കണിയാണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി വരും. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഒരു അഡ്വഞ്ചർ ആയിട്ട് എടുത്തു വരാം. നമ്മൾ എന്തായാലും നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോണ അത്ര ഡേഞ്ചർ ഇല്ലെങ്കിലും ഇവിടെ പ്രശ്നമാണെന്ന് ചോദിച്ചാൽ പ്രശ്നമാണ്, പ്രശ്നമല്ലെങ്കിൽ ചോദിച്ചാൽ പ്രശ്നമല്ല. അങ്ങനെ നമുക്ക് പറയാം. നല്ലൊരു സ്ഥലമാണ്. പക്ഷെ ഇവിടെ കുറെ ആൾക്കാർ നമ്മൾ പിഴിയാനായിട്ടിരിക്കുന്നത്. അത് ഓർത്ത് മാത്രം. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക്